ഹലോ, ഇന്ന് തനുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നല്ല മഴയുണ്ട്. നല്ല മഴയാ. തനു ഇന്ന് കുളി കഴിഞ്ഞിട്ട് രാവിലെ വിളക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെക്കുകയാണ് ആൾ. പിന്നെ നമ്മുടെ ഒരു ഫ്രോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. നമുക്കത് ഡേറ്റിന് കിട്ടിയില്ല. അവർ 20-ാം തീയതി കിട്ടുമെന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ അത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് പുതിയ ഡ്രസ്സ് തന്നെയാണ്. മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പാദസരം ഉണ്ടായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റിൽ. പിന്നെ കുഞ്ഞു കുഞ്ഞു നെയിൽ പോളിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോണേക്കാളും മുന്നേ അവളെടുത്ത് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാൻ പറയുകയാണ്. കാരണം അവൾക്ക് പാദസരം ഉണ്ടായിരുന്നില്ല, അവളുടെ ഉള്ള പാദസരം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളത് വേഗം അഴിച്ച് നോക്കാൻ പറയാം കേട്ടോ. പാദസരം അതിലുണ്ടെന്നുള്ളത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങളാണ് അതിലുള്ളതെന്നാണ് അവളുടെ വിചാരം. ഇപ്പോഴാണ് അവൾ പെട്ടെന്ന് കണ്ടത് പാദസരത്തിൻ്റെ ചെപ്പ്. ആൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പാദസരം ഒട്ടും അങ്ങനെ ഇപ്പോൾ വാങ്ങിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേഗം തന്നെ കാലിൽ ഇട്ട് കൊടുക്കാൻ അവളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുപേട്ടൻ അത് ഇട്ട് കൊടുക്കുകയാണ് കാലുമേ. തനുവിനൊന്ന് ക്ലാസ്സും ഇല്ല കേട്ടോ. സ്കൂളിൽ സ്കോളർഷിപ്പിൻ്റെ എക്സാം നടക്കുന്നത് കൊണ്ട്. നല്ല ഭംഗിയുള്ള കമ്മലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് വരാക്കരയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 6:30 ആകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നായാലും എപ്പോഴും എത്താമെന്നറിയില്ല. അതുകൊണ്ടാണ് കേക്ക് കട്ടിങ്ങും ഇതൊക്കെ രാവിലെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വേഗം തന്നെ പോന്നു. ചെറിയതായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് തനു അകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങളൊക്കെ അവൾ ഇപ്പോഴായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണത്. പിന്നെ ചെറിയ രീതിയിലൊരു സദ്യ പോലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. 8:30 ആകുമ്പോഴേക്കും എല്ലാ പരിപാടികളും ഇന്ന് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നും എനിക്ക് വർക്ക് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ വീട്ടിലെത്താൻ പറ്റില്ല. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഭംഗിയായിട്ട് നമ്മൾ നടത്തി. എല്ലാവരും കൊടുത്തു തന്നെ ഇത് അച്ചുവാണ് കേട്ടോ, നമ്മുടെ ചേച്ചിയുടെ മോനാണ്. ആമീന് പിന്നെ എല്ലാവരും ഡാൻസിൻ്റെ വീഡിയോയിൽ കാണാറുള്ളതാണല്ലോ. അപ്പോൾ തനു ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അഴിച്ച് നോക്കുകയാണ്. ഗിഫ്റ്റിൻ്റെ കവർ അഴിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആളത് അഴിച്ചു നോക്കാനായിട്ട് എന്താ തന്നിട്ടുള്ളത് എന്നുള്ളത്. ആമി കുറേ ഇങ്ങനെ ലെറ്ററിലൊക്കെ എഴുതി വെച്ചിട്ട് കാർഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അച്ചു 2 ഗ്ലാസ്സുകളും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനുസ് 2014 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. താങ്ക് യു.